ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാം കേരള പാഠാവലിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. കാരണം പുതിയ സിലബസാണ്. 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം മോഡൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം നോക്കാം. വെല്ലുവിളികളെ മനോധൈര്യം കൊണ്ട് നേരിട്ട കുട്ടിയാണ് ക്രിസ്റ്റി. ആ മനോധൈര്യത്തെയും ആത്മവിശ്വാസത്തെയും അഭിനന്ദിച്ചുകൊണ്ട് ഒരു ഇമെയിൽ സന്ദേശം അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കൂട്ടുകാരെ എഴുതേണ്ടത്? വിഷയം കൊടുക്കണം, അഭിനന്ദനങ്ങൾ എന്ന് കൊടുക്കുക. പ്രിയപ്പെട്ട ക്രിസ്റ്റി, താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ താങ്കളോട് ഹൃദയത്തിൽ നിന്നും നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഇമെയിൽ അയക്കുന്നത്. അസുഖം ശരീരത്തിന് മാത്രമാണെന്നും മനസ്സ് അസുഖത്തിന് ഇരയല്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് താങ്കളുടെ ചിത്രകലയിൽ തീർത്ത വിസ്മയം എനിക്ക് വളരെയധികം പ്രചോദനം നൽകി. ചെറിയ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴേക്കും തളർന്നു പോകുന്ന എന്നെപ്പോലെയുള്ളവർക്ക് ഇത് തീർച്ചയായും ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ പോകുന്ന വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടായാൽ അതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് താങ്കളെക്കുറിച്ചുള്ള കുറിപ്പ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരുപാട് നന്ദിയുണ്ട്. അതിനൊപ്പം ഇനിയും വലിയ അംഗീകാരങ്ങൾ താങ്കളെ തേടി എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് താഴെ പേരെഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളൊരു ഇമെയിൽ സന്ദേശം അയക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, കാവ്യഭാഷയുടെ സവിശേഷതകൾ എഴുതുക. എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം? ഹൃദ്യവും അതിസുന്ദരവുമായ ഒരു കാവ്യഭാഷയുടെ വക്താവാണ് എഴുത്തച്ഛൻ. കവിത മനോഹരമാവുന്നത് അനുവാചക മനസ്സിൽ തങ്ങുന്ന പദങ്ങൾ പ്രയോഗിക്കുമ്പോഴാണ്. കനകമയമായ മാനിൻ്റെ രൂപത്തെ വർണ്ണിക്കുമ്പോൾ, അഭിമന്യുവിനെ വർണ്ണിക്കുമ്പോൾ, പൊന്നണിഞ്ഞാനകൾ വരുന്നത് വർണ്ണിക്കുമ്പോൾ, വെള്ളത്തിലെ തിര തള്ളുന്നതുപോലെ വെള്ളക്കുതിരകൾ കുതിച്ചു വരുന്നത് വർണ്ണിക്കുമ്പോൾ ഭാഷാപ്രയോഗത്തിൻ്റെ ലാളിത്യവും പ്രയോഗഭംഗിയും ബോധ്യമാവുന്നു. മനസ്സിൽ താളമിട്ടു നിൽക്കുന്ന വാക്കുകളാണ് എഴുത്തച്ഛൻ പ്രയോഗിക്കുന്നത്. വെള്ളത്തിലെ ഈ വരി പരിശോധിച്ചാൽ അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് ഉണ്ടാവുന്ന താളഭംഗി മനസ്സിലാവും. അതോടൊപ്പമാണ് ആശയവ്യക്തതയും സ്വഭാവോക്തിയായ കവി എല്ലാം പ്രയോഗിക്കുന്നത്. ഭാവത്തിൻ്റെ സൂക്ഷ്മത മനസ്സിൽ നൂതനമായ ആശയങ്ങൾ നിലനിർത്തും. ആശയങ്ങൾക്ക് വ്യക്തത ഉണ്ടാവുന്ന ഭാഷയാണ് കവി പ്രയോഗിക്കുന്നത്. കടലിലെ തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി തള്ളി വരുന്നത് പോലെ കുതിരകൾ കുതിച്ചു വരുന്നു. ഇവിടെ വ്യക്തമാവുന്ന ചിത്രം ഭാഷയുടെ സവിശേഷത കൊണ്ടുണ്ടാകുന്ന ആശയവ്യക്തതയിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എഴുത്തച്ഛൻ്റെ കാവ്യഭാഷ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തത്, മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ ഉപന്യാസം തയ്യാറാക്കാൻ പറയാം, അല്ലെങ്കിൽ പ്രസംഗം തയ്യാറാക്കാനൊക്കെ പറയാറുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഈ ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക. അപ്പോൾ ഉപന്യാസമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനൊരു തലക്കെട്ട് കൊടുക്കണം. ഭാഷയുടെ പ്രാധാന്യം എന്ന് തന്നെ കൊടുത്താൽ മതി. ആശയവിനിമയം നടത്താനുള്ള മാധ്യമമാണ് ഭാഷ. ഭാഷ മനുഷ്യരെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കി തീർക്കുന്ന ഒരു സവിശേഷമായ പ്രക്രിയയാണ്. മലയാളിയുടെ മാതൃഭാഷ മലയാളമാണ്. മാതൃഭാഷ എന്നത് ജനിതകമായി പാരമ്പര്യമായി ആ വ്യക്തിയിലേക്ക് കൈമാറപ്പെടുന്ന ഭാഷയാണ്. മാതൃഭാഷ എന്നത് അമ്മയെ പോലെയാണ്. മനുഷ്യനെ സ്വന്തം ഭാഷയാണ് പെറ്റമ്മ. മറ്റുള്ള ഭാഷകൾ കേവലം തൊഴിൽ മാത്രമാണ്. അവനവനെ അവരുടെ സങ്കടവും സന്തോഷവും ദേഷ്യവും എല്ലാം പറഞ്ഞറിയിക്കാൻ മാതൃഭാഷയിലൂടെ സാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. മാതൃഭാഷയെ വെറുക്കുന്ന ഇക്കാലത്ത് മലയാളം എന്ന കേരളീയരുടെ മാതൃഭാഷ നാട്ടിൻപുറത്തുകാർ സംസാരിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. കാവ്യനർത്തകി എന്ന പാഠഭാഗത്തിൽ ഭാഷ ചിലങ്ക കെട്ടി നൃത്തം ചെയ്യുന്ന അനുഭവമാണ് വായനക്കാർക്ക് നൽകുന്നത്. മലയാള ഭാഷയുടെ താളവും ലാളിത്യവും ഈ കവിതയിൽ സമ്മേളിക്കുന്നു. കുഞ്ഞുണ്ണി മാഷുടെ വാക്ക് എന്ന പാഠഭാഗം വാക്കിനുള്ള വില മറ്റൊന്നിനും ഇല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാം ഉപയോഗിക്കുന്ന ഓരോ വാക്കും കൃത്യതയോടെ ആയിരിക്കണമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ ഭാഷാപ്രാവീണ്യം പടക്കളത്തിലേക്ക് എന്ന പാഠഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കുരുക്ഷേത്ര യുദ്ധഭൂമി നേരിൽ കാണും വിധം വാക്കുകൾ കൊണ്ട് വരച്ചിടുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. മാതൃഭാഷയുടെ സുഗന്ധം നഷ്ടപ്പെടാതെ നാം കാത്തുസൂക്ഷിക്കേണ്ടത് ഒരു ഭാഷ മരിക്കുമ്പോൾ ഒരു സംസ്കാരം കൂടിയാണ് ഇല്ലാതാകുന്നത് എന്ന് നാം ഓർക്കണം. നമ്മുടെ ഭാഷയും അതിൻ്റെ സംസ്കാരവും ഇന്നും മുറുകെ പിടിക്കാനും ഭാഷയുടെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാനും കഴിയട്ടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇതൊരു ഉപന്യാസമായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒരു പ്രസംഗമായിട്ടും എഴുതാം. ഇനി നാലാമത്തെ ചോദ്യം, ഏറെ ശക്തിയുള്ള ഒന്നാണ് വാക്ക്.
വാക്കുകൾ മൂലം സമൂഹത്തിൽ ഇന്ന് വിവാദങ്ങളും ഉണ്ടാകാറുണ്ട്. വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്. ഒരു മനുഷ്യൻ്റെ വാക്കും പ്രവൃത്തിയും നന്നായാൽ മാത്രമേ ആ മനുഷ്യൻ നല്ലതാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നല്ല വാക്കുകൾ സംസാരിക്കുകയും പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്യുന്നവന് മാത്രമേ നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്ന് പഴമക്കാർ പറയാറുണ്ട്. അഥവാ നമ്മുടെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നത് നല്ല സ്വഭാവമല്ല. ഓരോ വാക്കും സാഹചര്യത്തിനനുസരിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത വിധമാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു വാക്ക് നമ്മൾ മറ്റൊരാളോട് പറയുകയാണെങ്കിൽ അത് തീർച്ചയായും ജീവിതത്തിൽ പാലിക്കൽ അത്യന്താപേക്ഷിതമാണ്. പറഞ്ഞ വാക്ക് ലംഘിച്ചാൽ അയാളുടെ വാക്കിന് വിലയില്ലാത്തതായി സമൂഹം കാണും. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അർത്ഥമുള്ളതായി മാറണമെങ്കിൽ ആ വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമേകാൻ നമുക്ക് കരുത്തേകാനും ശക്തി ഉണ്ടാകണം. വാക്ക് ഭൂമിയേക്കാൾ തൂക്കമുള്ളതാണെന്ന് പ്രശസ്ത കവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്. വാക്കിൻ്റെ അടിത്തട്ടിലാണ് ചരിത്രവും സംസ്കാരവും ഓർമ്മകളും എല്ലാം ഇന്ന് കവി പറയുന്നു. വാക്കുകൾ നാം കരുതലോടെ ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അച്ഛനും അമ്മയും ആകുന്നു എന്നും വാക്കിൻ്റെ വിരൽ തൂങ്ങിയാണ് നടക്കുന്നതെന്നും വി മധുസൂദനൻ നായർ വാക്ക് എന്ന കവിതയിൽ ഊന്നിപ്പറയുന്നു. ഓരോ വാക്കിലൂടെയും അതിൻ്റെ വിരൽ തൂങ്ങിയാണ് നാം അറിവിൻ്റെ വിശാല ലോകത്തേക്ക് കടക്കുന്നതും ആ വിശാലത നമ്മൾ അനുഭവിക്കുന്നതും. നല്ല വാക്കുകളും പ്രവൃത്തികളും നല്ല തലമുറയെയും മനുഷ്യനെയും വാർത്തെടുക്കാനും നല്ല ലോകത്തിൻ്റെ വെളിച്ചം കൊണ്ടുവരാനും കഴിയും. എല്ലാ കൂട്ടുകാർക്കും അത്തരത്തിൽ വാക്കുകൾ ഉപയോഗിച്ച് വെളിച്ചം വിതരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി അടുത്തൊരു ചോദ്യം. ഭാഷകൾ പലവിധമാണ്. മലയാള ഭാഷയിലെ ഭാഷാഭേദങ്ങൾ എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കാനാണ്. ഓക്കെ, ഭേദങ്ങളാണ്. ഓക്കെ, ഭേദങ്ങളല്ല, ഭാഷാഭേദങ്ങൾ. ഉത്തരം: വാക്കുകളുടെയും പ്രയോഗങ്ങളുടെയും അർത്ഥത്തിന് ദേശം മാറുന്നതിനനുസരിച്ച് മാറ്റം സംഭവിക്കാറുണ്ട്. പ്രാദേശിക ഭാഷാഭേദം എന്നാണ് ഇതിന് പറയുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മലയാള ഭാഷ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തം നിറഞ്ഞതാണ്. 6 നാട്ടിൽ 100 ഭാഷ എന്നാണല്ലോ ചൊല്ല്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരത്തെ തോട്ടി എറണാകുളത്ത് പാട്ടക്കാരൻ ആണ്. ചിലർക്ക് വസ്തു എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു. തെക്കരുടെ അക്കനും അണ്ണനും വടക്കർക്ക് അറിയില്ല. വടക്കരുടെ ഓപ്പ തെക്കർക്കും അറിയില്ല. ഓപ്പ എന്ന് പറഞ്ഞാൽ തെക്കർക്ക് ഒരു നല്ല പാത്രത്തിന് കാര്യമാണ് ഓർമ്മ വരിക. വടക്കർ പറയുന്ന ഓപ്പ സഹോദരി എന്ന അർത്ഥത്തിലാണ്. ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമാണ് കേരളത്തിലെ ഓരോ ജില്ലയുടെയും ഭാഷ. ഇനി അടുത്ത 6ാമത്തെ ചോദ്യം ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ്. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളും പഠിച്ച കാര്യങ്ങളും ചേർത്ത് വെച്ച് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ ചങ്ങമ്പുഴയെ കുറിച്ചിട്ടാണ്. തന്നിട്ടുള്ള സൂചകങ്ങൾ: നാട്ടിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം, പ്രിയ സുഹൃത്തായി ഇരുന്ന എടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണം, രമണൻ എന്ന വിലാപകാവ്യം, തിരുവനന്തപുരം ആർട്സ് കോളേജിൽ പഠിച്ച് ഓണേഴ്സ് ബിരുദം, മംഗളോദയം മാസികയുടെ പത്രാധിപർ. 1948 ജൂൺ 17 അന്തരിച്ചു. 36 വയസ്സായിരുന്നു. ഭാര്യ ശ്രീദേവി അമ്മ. കാവ്യനർത്തകി അടക്കം 48 കവിതാ ഗ്രന്ഥങ്ങൾ, 13 ഗദ്യകൃതികൾ. ദേവഗീത, മനസ്വനി, വാഴക്കുല. കേരളത്തിലെ പ്രശസ്ത കവി ലളിത സുന്ദരഭാഷ. 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിൽ ജനിച്ചു. അപ്പോൾ ഇത്രയും സൂചകങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അയാളുടെ പേര് ഹെഡിങ് ആയിട്ട് തലക്കെട്ടായിട്ട് കൊടുക്കുക. ഇവിടെ ചങ്ങമ്പുഴയെ കുറിച്ചാണല്ലോ, അപ്പോൾ ചങ്ങമ്പുഴ എന്ന് കൊടുക്കുക. മലയാളത്തിലെ നവോത്ഥാന കവിയാണ് ചങ്ങമ്പുഴ. 48 കവിതാ ഗ്രന്ഥങ്ങളും 13 ഗദ്യകൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ലളിത സുന്ദരമായ ഭാഷയിൽ കവിത രചിക്കാൻ ചങ്ങമ്പുഴയ്ക്ക് കഴിഞ്ഞിരുന്നു. 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിൽ ജനിച്ചു. പ്രിയ സുഹൃത്തായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണം കവിയെ ദുഃഖത്തിലാഴ്ത്തി. അങ്ങനെയാണ് രമണൻ എന്ന വിലാപകാവ്യം എഴുതിയത്. നാട്ടിലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം തിരുവനന്തപുരം ആർട്സ് കോളേജിൽ നിന്ന് ഓണേഴ്സ് ബിരുദം നേടി. കുറച്ചുകാലം യുദ്ധസേവനത്തിന് പോയി. പിന്നെ മംഗളോദയം മാസികയുടെ പത്രാധിപരായി. ദേവഗീത, മനസ്വനി, വാഴക്കുല, കാവ്യനർത്തകി അടക്കം പ്രശസ്ത കൃതികൾ. ചങ്ങമ്പുഴ ശ്രീദേവി അമ്മയെ വിവാഹം കഴിച്ചു. 1948 ജൂൺ 17 അന്തരിച്ചു. മരിക്കുമ്പോൾ 36 വയസ്സായിരുന്നു. ഓക്കെ, ഇനി 6ാമത്തെ ചോദ്യം. പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയുമാടിയും പല ജ്യേഷ്ഠകൾ കാട്ടി. വരികളിൽ മലയാള കവിതയോടുള്ള കവിയുടെ താല്പര്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ്? കാവ്യനർത്തകി എന്ന കവിതയുടെ
കേന്ദ്ര ആശയം മലയാള കവിതയോടുള്ള കവിയുടെ അഗാധമായ സ്നേഹവും ആദരവുമാണ്. മലയാള കവിതയുടെ വൈവിധ്യവും പ്രത്യേകതകളും വ്യക്തമാക്കുന്ന വരികളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ദേശഭേദമനുസരിച്ച് മലയാള ഭാഷയ്ക്കും വ്യത്യാസങ്ങൾ കാണാം. 6 മലയാളിക്ക് 100 ഭാഷ എന്ന ചൊല്ല് തന്നെ അങ്ങനെ ഉണ്ടായതാണ്. പല മാതിരി പല ഭാഷകൾ എന്ന് ചങ്ങമ്പുഴ പറയുന്നത് ഇക്കാര്യമാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്രയെത്ര പ്രാദേശിക വ്യത്യാസങ്ങളാണ് മലയാളത്തിലുള്ളത്. പലതരത്തിൽ ആടിയും പാടിയും ജ്യേഷ്ഠകൾ കാണിച്ചും ഭാഷ കാണപ്പെടുന്നു. ഹൃദയത്തിൽ സംഘർഷത്തിൻ്റെ വിള്ളൽ വീഴുമ്പോഴും ദേവലോകസുന്ദരിയായ ഭാഷയെ താൻ മറക്കില്ല എന്നാണ് കവി പറയുന്നത്. മലയാള ഭാഷയോടും കവിതയോടും കവിക്ക് സ്നേഹവും താല്പര്യവുമാണുള്ളതെന്ന് കാണാൻ. മലയാള കവിതയുടെ തലമുടി നാരിനോളം മാത്രം മതി തനിക്ക് പേരും പെരുമയും ലഭിക്കാനെന്നും കവി പറയുന്നു. ഭാഷയുടെ വൈവിധ്യവും സൗന്ദര്യവും എല്ലാം പലതരത്തിൽ ചങ്ങമ്പുഴയുടെ കവിതയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള എന്തെങ്കിലും 1 or 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. മലയാളമാണ് നന്നായിട്ട് അത്യാവശ്യം റേറ്റ് ചെയ്തിട്ട് എഴുതണം. അതോ എന്താണോ ടോപ്പിക്ക് അതിനിപ്പോൾ ഒരു 5 മാർക്കാണെങ്കിൽ 1 പേജ് 1.5 പേജിലൊക്കെ കവിയാതെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.